മഴ തോരും മുമ്പിടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനനെ കാണാതെ രേവതിക്കുട്ടി മുകളിലേക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കുമ്പോൾ എന്തോ വിഷമത്തോടെ കരഞ്ഞും കണ്ണ് തുടച്ചൊക്കെ അലീന വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി നമ്മുടെ ഗ്രേസ് അമ്മോട് ചെന്ന് പറയും, എന്തോ പ്രശ്നമുണ്ട് ആൻറ്റി, അലീന ചേച്ചി കരഞ്ഞുകൊണ്ട് വരുന്നെന്ന് പറയും. അതിനുശേഷം എന്താ മോളെ എന്താണെന്ന് അവർ ചോദിക്കും. പക്ഷേ അലീന ഒന്നും മിണ്ടാണ്ട് നീങ്ങിക്കും. അപ്പം മുകളിൽ നിന്ന് ബാലചന്ദ്രൻ വിളിച്ചു പറയും, പാലാരിവട്ടത്തുനിന്ന് വന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം, അലീനനെ ഇപ്പോൾ വിടാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയും. അലീന പോകാൻ തയ്യാറായതാണല്ലോ, ബാഗും പാക്ക് ചെയ്തതാണല്ലോ എന്നൊക്കെ മാമച്ചായ മുകളിലേക്ക് നോക്കി വിളിച്ചു പറയും. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ അലീനനെ വിടാൻ നിർവാഹമില്ല എന്ന് പറയും. അതെന്താ കാര്യം, അവൾ വിളിച്ചിട്ട് വന്നതാണ്, പോരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് വന്നാണെന്ന് ഗ്രേസ് അമ്മയും പറയും. അതാ പറഞ്ഞത്, ഇപ്പോൾ തൽക്കാലം വിടാൻ പറ്റില്ല, അലീന വരും, പക്ഷേ ഇന്ന് എന്തായാലും വരില്ല, ഇന്ന് അവളെ വിടാൻ എനിക്ക് സമ്മതമില്ല എന്ന് പറയും. അങ്ങനെ അവർക്ക് രണ്ടാക്കും പെട്ടെന്ന് ദേഷ്യം വരും. എന്നാൽ അവരൊന്നും മിണ്ടില്ല. അപ്പോഴത്തേനും വൈജയന്തി വാതിൽ തുറന്ന് വരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തപ്പെട്ട് നിൽക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കും മക്കളോട്. മക്കളൊന്നും മിണ്ടില്ല. അതിനുശേഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതേ മുകളിലേക്ക് കൈ ചൂട്ടി കാണിക്കും മകള്. അപ്പോൾ ബാലേന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടാവും. ബാലേന്ദ്രൻ വൈജയന്തിയെ കണ്ട വഴിക്ക് മുഖം തിരിക്കുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അലീനനെ പറഞ്ഞയക്കുന്നില്ല, അലീന പോണില്ല എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രനോട് ദേഷ്യത്തോടെ പറയും, അലീനനെ പറഞ്ഞയക്കാനേ എനിക്ക് ഇനി ഇവളുടെ സമ്മതം വേണ്ട, അലീന ഇവിടെ നിൽക്കണതേ എനിക്ക് മനസ്സമാധാനക്കേടാണ് എന്ന് വൈജയന്തി വിളിച്ചു പറയും. നിൻ്റെ മനസ്സമാധാനക്കേടെ ഒരു കുട്ടകത്തിൽ വെച്ച് പുഴുങ്ങി കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ആട്ടുകല്ലിയിൽ അരച്ച് ദോശക്കല്ലിയിൽ വെച്ച് പരത്തി മീനച്ചലാറ്റിൽ കൊണ്ട് ഒഴുക്കടി എന്ന് പറയും. കാണാൻ നിങ്ങൾക്ക് എൻ്റെ ആങ്ങളമാർ, അവളിപ്പോൾ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ എൻ്റെ ആങ്ങളമാർ വന്നിട്ട് അവളെ വലിച്ച് പുറത്തിടുന്നത് കാണാലാ. നിൻ്റെ ഒരാങ്ങളമാർ ഇവിടെ വന്ന് ഭരിക്കില്ലടി. ഇതേ ബാലചന്ദ്രൻ്റെ വീടെന്ന് പറയും. അതിനുശേഷം വീണ്ടും ഗ്രേസ് അമ്മയ്ക്ക് അങ്ങനെ ദേഷ്യം വരുന്നു. അവൾ വരാമെന്ന് പറഞ്ഞ് അലീന വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടില്ലേ, പിന്നെ ഇപ്പം എന്നെ പെട്ടെന്നൊരു മനമാറ്റം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കും, അതെ അലീനനെ വിടാം, രേവതിക്കുട്ടിനെ പകരം ഇവിടെ നിർത്തുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗ്രേസ് അമ്മ ആകെ ഞെട്ടിടുമ്പോൾ ഗ്രേസ് അമ്മ പറയും, ഇല്ലില്ല, ഒരു ദിവസത്തേക്ക് പോലും ഞങ്ങൾ രേവതിക്കുട്ടിനെ തരില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് അലീനയും, നിങ്ങൾക്ക് രേവതിക്കുട്ടി എങ്ങനെയാണോ അതേപോലെയാണ് എനിക്ക് അലീനയും, അവളെ എനിക്കിപ്പോൾ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ മാമച്ചാനും ഗ്രേസാമ്മയും പുറത്തേക്ക് ഇറങ്ങും. പിന്നാലെ നമ്മുടെ രേവതിക്കുട്ടിയും ഇറങ്ങണ്. എന്നിട്ട് ഗ്രേസാമ്മ ചെറിയ പിണക്കത്തിലാണ്, വിഷമത്തോടെയൊക്കെയാണ് പോണത്. കണ്ട ചേച്ചി ഇനി അവർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണ്ടേന്ന് പറയും. അപ്പോൾ അലീന രണ്ടുപേരോടായിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്, പുറത്ത് ചെന്നിട്ട് എന്നോട് വിഷമമൊന്നും വിചാരിക്കരുത്, എനിക്കിപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് പറയുന്നു. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഫോണിലൂടെ പറയാമെന്ന് പറയും, ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ അവർ ദേഷ്യത്തോടെ കാറിൽ കയറി പോകും. അങ്ങനെ എന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ മുകളിൽ നിന്ന് ബാലചന്ദ്രൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ തിരിഞ്ഞ് നിൽക്കും, അലീനയും നോക്കും മുകളിലേക്ക്. അപ്പോൾ അച്ഛൻ നോക്കി നിൽക്കുന്നുണ്ടാവും. പിന്നീട് അലീന അകത്തേക്ക് കയറി വരുമ്പോൾ യുദ്ധത്തിന് പോലെ മക്കളും അമ്മയും കൂടെ അങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്. പോകാനൊരു അവസരം ഉണ്ടായിട്ടും എറണാകുളത്തു നിന്ന് ആൾക്കാർ വന്നിട്ടും പോകാണ്ട് ഇവിടെ പിടിച്ച് നിൽക്കണ നാണം കെട്ട ജന്തു എന്ന് പറയും. പോകാൻ വേണ്ടി തയ്യാറെടുത്തതല്ലേടി, പിന്നെ നീ എന്തേടി പോവാഞ്ഞതെന്ന് ചോദിക്കും. അച്ഛൻ പറഞ്ഞു പോണ്ടാന്ന്. ഒരച്ഛൻ എന്ന് പറഞ്ഞ് വൈജയന്തി പരിഹസിക്കുന്നു. പ്രശ്നങ്ങളെ ഒഴിവാവണമെങ്കിൽ ഒഴിവാവട്ടെ എന്ന് വിചാരിച്ചതാണ്, ഇനി നിനക്ക് അതിനുള്ള യോഗം ഇല്ലടി, ഇനി നിന്നെ ഈ തറയിലൂടെ വലിച്ച് പുറത്തിടുന്നു എൻ്റെ ബന്ധുക്കൾ ഇടോടി, അതുവരെ ഉണ്ടാവുള്ളൂ നിൻ്റെ വേഷം കെട്ട് എന്ന് പറയും. അലീന ഒന്നും മിണ്ടൂല പകരം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് വേഗം ബാഗൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകണം, നാണോ മാനവും കെട്ടവളെന്ന് പറയും. അത് കേട്ടിട്ടും അലീന ഒന്നും മിണ്ടില്ല. പിന്നെ കാണിക്കുന്ന ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് കാറുകൾ ഇങ്ങനെ നിരനിരനിരായിട്ട് വരുന്നു, രണ്ടും മൂന്നും. അപ്പോൾ അതിനെല്ലാവരും ഇറങ്ങുന്നുണ്ട്. നമ്മുടെ രാജീവൻ, അതുപോലെ തന്നെ ശിവേട്ടൻ, കമല, എല്ലാവരും കൂടെ ഒരു കാറിൽ, പിന്നെ കരയോഗം പ്രസിഡൻറ്റും ബന്ധുക്കളും മറ്റൊരു കാറിൽ, അങ്ങനെ പല കാറിലായിട്ടാണ് വരുന്നത്. അലീന ഓടി മുകളിലേക്ക് ചെല്ലണ്. അച്ഛാ വാതിൽ തുറക്കുമെന്ന് പറയും. എന്താന്ന് ചോദിക്കും. ദേ അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും. ആര് എന്ന് പറയും. മാഡത്തിൻ്റെ ബന്ധുക്കൾ എന്ന് പറയും. വരട്ടെ എന്ന് പറയും. അച്ഛൻ താഴേക്ക് പോകണ്ട അച്ഛൻ അവിടെ പ്രശ്നമായാലോ, ഞാൻ താഴത്തേക്ക് പോയില്ലെങ്കിൽ അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് അടിച്ച് കയറി വരില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ട് പോകാണ്ട് പറ്റില്ല, മോള് പേടിക്കണ്ടെന്ന് പറയും. എനിക്ക് കൂട്ട് ഞാൻ മാത്രം മതി എന്ന് പറയും. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ആരും ഒന്നും ചെയ്യൂല, പിന്നെ ഞാൻ പോലീസിലൊന്നും അറിയിച്ചിട്ടുണ്ട്, ഇനി ഭയങ്കര വല്ല പ്രശ്നം ഉണ്ടായാൽ തന്നെ നീ 100-ൽ വിളിച്ചാൽ മതി, നമ്പർ ഓർമ്മ വേണോട്ടാ, 100 എന്ന് പറയും. പിന്നെ മോള് പുറത്തിറങ്ങരുത്, അച്ഛൻ വന്ന് വാതിൽ മുട്ടുന്നത് വരെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതി എന്ന് പറയും. ഞാനൊന്ന് ഡ്രസ്സ് മാറി വരട്ടെ, സുന്ദരനായിട്ട് വേണ്ട അവരേക്ക് പോകാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഡ്രസ്സ് മാറാൻ വേണ്ടി കയറും. അലീന അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇതിന് വൈജയന്തി മക്കളൊക്കെ ഓടി വന്നു കഴിഞ്ഞിട്ട് എല്ലാവരെയും സ്വീകരിക്കും. ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും ഇങ്ങനെ കയറിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അലീന മുകളിൽ നിന്ന് കാണുന്നുണ്ട്.
ഞാൻ ചോദിക്കും കൃഷ്ണമോൾ എന്തേടി എന്ന് ചോദിക്കും. കൃഷ്ണമോൾ സ്കൂളിൽ പോയി, അവൾക്ക് കുറേ ക്ലാസ് മിസ്സായതല്ലേ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് കുടിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കും. കുടിക്കാനൊന്നും എടുക്കണ്ട, ഞങ്ങൾ പെണ്ണ് കാണാനൊന്നും വന്നതല്ലല്ലോ എന്ന് രാജീവൻ പറയും. നീ പോയി കഴിഞ്ഞിട്ട് ബാലേന്ദ്രനെ വിളിക്കാൻ പറയും. അങ്ങനെ ബാലേന്ദ്രൻ അച്ഛനെ വിളിച്ചിട്ട് ആ മോളേന്ന് ബബിതോട് പറയുമ്പോൾ ബബിത പോകാൻ മടിച്ചു നിൽക്കും. കണ്ട, മക്കൾക്ക് വരെയും ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് പോകാൻ പേടിന്, അങ്ങനെ പേടിപ്പിച്ച് നിർത്തിയേക്കണമെന്ന് പറയും. ആ മക്കൾക്ക് പോകാൻ പേടിയുള്ളൂ, മറ്റവൾക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും പോവാം മലീനയ്ക്ക് എന്നിങ്ങനെ കമല പരിഹസിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് വൈജയന്തിക്ക് വല്ലാത്ത നാണക്കേടാവും. എന്നാലും വൈജയന്തി ഒന്നും മിണ്ടൂല. പ്ലീസ് മോളെ ഒന്ന് പോയിട്ട് വായോ എന്ന് പറയും. അങ്ങനെ ബബിത മനസ്സോടെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ അലീന അവിടെ നിൽക്കുന്നുണ്ട്. അലീനെ കാണുമ്പോൾ മൈൻഡൊന്നും ചെയ്യില്ല. നേരെ അച്ഛാന്ന് വിളിക്കും. എന്താ മോളെ എന്ന് ചോദിക്കും. അച്ഛനോട് താഴത്തേക്കൊന്ന് വരാമോ എന്ന് ചോദിക്കുന്നു. ആര് എന്ന് ചോദിക്കും. അങ്കിള്. ആ അച്ഛൻ വരാമെന്ന് പറയും. മോള് പൊക്കോളാൻ പറയും. അങ്ങനെ അച്ഛൻ വരാമെന്ന് പറയും. മോള് വേഗം താഴത്തേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ അലീനോട് പറയും, മോള് ഇവിടെ അകത്ത് കയറിയിരുന്നോ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പറഞ്ഞില്ലേ വാല് തുറക്കരുത്, ഞാൻ വന്ന് മുട്ടും അപ്പോൾ തുറക്കാവൂ എന്ന് പറയും. അതുവരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്ന് പറയും. അങ്ങനെ അലീന അകത്തേക്ക് കയറും. വല്ലാത്ത വിഷമത്തോടെ ബാലചന്ദ്രൻ താഴെ പുറത്തേക്കും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കാത്തുനിൽക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രമോയിൽ കാണിക്കുന്നത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ എൻ്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും അവൾക്ക് ഉണ്ടെന്ന് പറയും. അവളുടെ അച്ഛൻ ഏതോ ഒരു അച്ഛനായിരിക്കാം, ഏതോ ഒരു അമ്മ പിഴച്ച് പ്രസവിച്ചതുമാണെന്ന് അറിയാം. പിന്നെ അതും എനിക്ക് ഒരു പ്രശ്നമല്ലപ്പം, അവളാണ് എനിക്കിപ്പോൾ ഏറ്റവും വലുതെന്ന് പറയും. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ രാജീവൻ മോശപ്പെട്ടൊരു വാക്ക് സംസാരിക്കും. അപ്പോൾ തന്നെ രാജീവൻ്റെ കാരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിക്കുന്നുണ്ട്. രാജീവൻ അങ്ങോട്ട് മുഖം പൊത്തി ആദ്യം നിൽക്കും ഷോക്കായിട്ട്. പിന്നീട് ബാലേന്ദ്രൻ അടിക്കാനും കൂടി ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേനും നമ്മുടെ ശിവേട്ടൻ ഇടപെടുന്നു. അങ്ങനെ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. പറയുന്നുണ്ട്, കൊല്ലപ്പള്ളിയിലുള്ള ഒരാളും എൻ്റെ വീട്ടിലേക്ക് വരണ്ട, അതും അലീന പ്രശ്നവുമായിട്ട്. അലീന എൻ്റെ മോളാണ്, ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരെയും അടിച്ചോടിക്കുന്നു ബാലചന്ദ്രൻ. എന്നിട്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ നല്ല സന്തോഷത്തോടെയാണ് മുകളിലേക്ക് ചെല്ലുന്നത്. ചെന്നിട്ട് അലീനനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെയും പ്രൊമോയുടെയും അവസാന ഭാഗം.